എത്രയും പെട്ടെന്ന് ഐശ്വര്യത്തെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അമൃത എടുത്തി കൊണ്ടു പോ. എടുത്തി ഇംഗ്ലീഷിലാ. എടുത്തി ഇതിപ്പോ എന്ത് പറ്റിയതാന്നാ? അയ്യോ മോള് എന്റെ ദൈവമേ. മാഡം, ഫിദ മാഡം. ഇതാ വരുന്നു മോളെ. അല്ല, അവർക്ക് എന്താ പറ്റിയത്? അമൃത മാഡവും മാലിനി മാഡം കൊണ്ടുവന്ന് കണ്ടു. അത് മോളെ പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. ഓ അല്ല, അവര് ഫിദ മാഡത്തിനെ ദ്രോഹിക്കാൻ നടക്കുന്ന സ്ത്രീയല്ലേ? ഫിദ മാഡത്തിനെ പോലെ നന്മയുള്ളവരെ ദ്രോഹിക്കുന്നവര് അനുഭവിക്കുക തന്നെ ചെയ്യും. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ആരും വേദനിക്കുന്നത് കണ്ട് നമ്മൾ സന്തോഷിക്കരുത്. വരുൺ, ഈ ഉടുപ്പ് കൊള്ളാവോ? ഇത് തനിക്ക് ചേരില്ല. അയ്യോ, ഇത് എനിക്കല്ല, ഇത് കുഞ്ഞുങ്ങളുടെ ഉടുപ്പല്ലേ. താൻ എന്തൊക്കെയാതിരിക്കാന്നുള്ളത് എനിക്കറിയാവോ? തമാശ പറയല്ലേ. ഞാനേ ഇത് ഓൺലൈനിൽ മേടിച്ചതാ. ഇനി കുറച്ചുകൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നാളെയും മറ്റന്നാളായിട്ട് വരും. ഓ, കുട്ടികൾക്ക് വല്ല ദാനധർമ്മം നടത്താൻ ഉദ്ദേശമുണ്ടോ? ഇത് വേറെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല, എന്റെ കുഞ്ഞിനെ ഇടാനുള്ളതാ. ഓ, അത് ശരി. അതെ, നമ്മൾ തമ്മിൽ പേഴ്സണൽ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ താൻ ഗർഭിണിയായ വിവരമൊന്നും എനിക്കറിയില്ലായിരുന്നു. അല്ല, എങ്ങനെ ഗർഭിണിയായത്? ആരാ കുഞ്ഞിന്റെ തന്ത? ദേ വരുൺ, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഞാനെന്താ മറ്റുള്ളവരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുവാണോ?
ഞാൻ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചാ പറഞ്ഞത്. എനിക്കും വരുണും ജനിക്കാൻ പോകുന്ന കുഞ്ഞ്. ആ? ആഹാ. ആഹാ. അപ്പൊ ഒരിക്കലും സംഭവിക്കാത്ത കഥ എഴുതാനുള്ള മൂഡിലാണ്. സങ്കല്പങ്ങളൊക്കെ നടക്കട്ടെ. ഞാനേ എന്തായാലും പുറത്തു കടന്നോളാം. പോവില്ല വരുൺ. ഉടുപ്പ് ഇഷ്ടമല്ലെങ്കിൽ ഞാനത് മാറ്റിയെടുക്കാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. തൽക്കാലം എനിക്ക് ഇതിനൊന്നും നേരമില്ല. നോക്കിക്കോ, അവസാനം ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും. ആ, ചെയ്യുന്നില്ല, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പറ്റുമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇവിടുന്ന് ആറ്റുവാശ്ശേരി പോയിട്ട് കടുക ചെയ്താൽ മതി. അല്ലാതെ വെറുതെ ഈ കേസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ കണിമംഗലത്ത് കയറി ഇറങ്ങുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്ന് പറഞ്ഞ എന്നോട് ചത്തോളനല്ലേ പറഞ്ഞ? ആ, അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഒരു പണിയില്ലാതെ രാത്രി ഓരോ പരീക്ഷണങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുക. കഷ്ടം. എന്ത് ചെയ്താലും ഇഷ്ടപ്പെടില്ല. മോശം. എന്താ ഐശ്വര്യ, ഒട്ടും പറ്റുന്നില്ലേ? ഇതെന്തായി പറയുന്ന മാലിനി? അത് പിന്നെ ഡോക്ടറിനെ വിളിക്കാനാണെന്ന് തോന്നുന്നു. ടെസ്റ്റിന്റെ റിസൾട്ടുകൾ വന്നു. എന്തോ മാരകമായ ദ്രാവകം ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഉറപ്പിക്കണമെങ്കിൽ കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യേണ്ടി വരും. സർ, ഐശ്വര്യ പ്രത്യേകിച്ച് അങ്ങനെ മരുന്നുകളൊന്നും കഴിക്കാറില്ല. ഉണ്ടോ മാലിനി? ഇല്ല. ഒരുപക്ഷെ അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചിരുന്നോ? മ്യൂസിക് സ്കൂളിൽ വെച്ച് ഒരു ജ്യൂസ് കുടിച്ചു. പക്ഷെ അതിൽ മറ്റൊരു പ്രശ്നം കാണാൻ സാധ്യതയില്ല. ജ്യൂസ് എടുത്തത് മാലിന്യ. ഐശ്വര്യക്കൊപ്പം ശ്യാമി അത് കുടിക്കുകയും ചെയ്തു. അപ്പോൾ അതായിരിക്കും സാധ്യതയില്ല. ഇവർക്കാണെങ്കിൽ കൃത്യമായിട്ടൊന്നും പറയാനും പറ്റുന്നില്ല. സർ, ശബ്ദം തിരിച്ചു വരില്ലേ? അതിന്റെ കണ്ടീഷൻ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ട്രീറ്റ്മെന്റ് തുടരട്ടെ. നാളത്തെ റിസൾട്ട് കൂടി നോക്കിയിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം. ഒരുപക്ഷെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നേക്കും. മാഡം, അടങ്ങി കിടക്ക്. കിടക്ക് മാഡം. നിങ്ങൾ എന്തായാലും പേഷ്യന്റിനെ ഒന്ന് സമാധാനിപ്പിക്കും. സ്ട്രെയിൻ ചെയ്യല്ലേ? കാര്യങ്ങൾ വളരെ പ്രശ്നമാണ്. ഐശ്വര്യ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? മാലിനി, കുറെ നേരിട്ട് ഞാൻ മാലിനിയെ ശ്രദ്ധിക്കുന്നു. മാലിനിക്ക് എന്തോ പറയാനുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. എന്താ കാര്യം? ഒന്നുമില്ല മാഡം. ഒരാളുടെ ആരോഗ്യനില വെച്ചാ കളിക്കുന്നത്. ഇപ്പൊ ശബ്ദത്തിന് മാത്രമേ കുഴപ്പമുള്ളൂ.
നാളെ ജീവന് കൂടി പ്രശ്നമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞാല് ഒളിച്ചു വെക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം അപകടം ഉണ്ടാക്കുമെന്നറിയോ? മാഡം അത് അല്ല, ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ മാഡം പ്രത്യേകിച്ച് കഴിച്ചതായിട്ടൊന്നും ഓർമ്മയില്ല. പിന്നെ മാഡം തനിച്ച് ഐശ്വര്യ, നമ്മളൊക്കെ എത്ര നിഷേധിച്ചാലും ദൈവം എന്നൊരു ശക്തി മുകളിലുണ്ട്. ചിലപ്പോഴൊക്കെ ദൈവം നിശബ്ദനാകുന്ന കണ്ട് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് പോലും ചോദ്യം ചെയ്യാനാകില്ല എന്നൊരു തോന്നലുണ്ടാവും. അത് തെറ്റാണ്. ദൈവം തീരുമാനം എടുക്കുന്ന ചില സമയങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റില്ല. മാലിനി, ഞാനിപ്പോ വരാം. ഡോക്ടർ ഒന്നുകൂടി കാണട്ടെ. ആ മാഡം രക്ഷപ്പെടണമെങ്കിൽ ചിലപ്പോൾ കഴിച്ചത് എന്താന്ന് പറയേണ്ടി വരും. അപ്പൊ പിന്നെ എല്ലാ കാലത്തും ഇങ്ങനെ ശബ്ദം ഇല്ലാതിരിക്കാന്നാണോ? ഞാനാ ശബ്ദം ഉണ്ടാക്കല്ലേ, എനിക്ക് സംസാരിക്കാനുണ്ട്. ആ എടൂ, പ്രിയങ്ക എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് തനിക്കറിയോ? ഇത്രയും കാലം എല്ലാവരെയും പറ്റിച്ചതുപോലെ എന്നെയും പറ്റിക്കാൻ നോക്കുക. അവള് സ്നേഹിക്കാൻ നോക്കല്ലേ? സ്നേഹം എനിക്ക് പുച്ഛാണ് ഇതൊക്കെ കാണുമ്പോൾ. ഇനി അവൾ എൻ്റെ മുമ്പിൽ ഇതുപോലെ
പേടിപ്പിച്ചിട്ടൊരു ചോദ്യം. ഉള്ളിലുള്ള ഇഷ്ടം എപ്പോഴാ ഒന്ന് കാണിച്ചു തുടങ്ങുക? എന്നോട് എപ്പോഴാ ജീവിച്ചു തുടങ്ങുക? ഇനി രണ്ടിനും മറുപടി പറയാതെ ഞാൻ ഇന്ന് ഈ റൂം വിട്ട് പോകത്തില്ല. അതെ പോയേ പോ, ഞാൻ വിളിച്ചു പോവും. വരട്ടെ, എല്ലാവരും വരട്ടെ. അപ്പോ എനിക്ക് കുറച്ചുകൂടി ഈസി ആവും. ഓ, എന്തൊരു കഷ്ടാ ദൈവമേ. ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? അയ്യേ, എന്റെ ഉറക്കം കളഞ്ഞിട്ടേ അങ്ങനെ ഇപ്പൊ താ മാത്രം ഉറങ്ങണ്ട. വരുൺ, എല്ലാം മറക്ക, നമുക്ക് ജീവിക്കാൻ തുടങ്ങാം. ഇപ്പൊ എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ, നിന്റെ കാരണം നോക്കി ഒന്ന് പോയിക്കേണ്ടതാ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. തൽക്കാലം എനിക്ക് ഇതിനൊന്നും നേരമില്ല. നോക്കിക്കോ, അവസാനം ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും. ചെയ്യുന്നില്ല, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പറ്റുമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇവിടുന്ന് ആറ്റുവാശ്ശേരി പോയിട്ട് കടുക ചെയ്താൽ മതി. ഒരു പണിയില്ലാതെ രാത്രി ഓരോ പരീക്ഷണങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുക. കഷ്ടം. അതെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും നമുക്ക് നാളെ സംസാരിക്കാം. ഇല്ല, ഇന്ന് സംസാരിക്കാനുള്ളത് ഇന്ന് തന്നെ സംസാരിക്കണം. എങ്കിൽ നമുക്ക് പുറത്തൊന്ന് സംസാരിക്കാം. അവിടെ മുറിയുടെ പുറത്തോ? അല്ല, എന്നൊരു കാര്യം ചെയ്യാം, തോട്ടത്തിലേക്ക് പോയാലോ? അവിടേക്ക് എന്തായാലും ആരും വരില്ല. അയ്യടാ, ഞാനും കൊല്ല. എങ്കിൽ ശരി, ഞാനേ ഈ മുറിയിൽ നിന്ന് പോകാനും പോകുന്നില്ല. ശരി, തോട്ടത്തിലെങ്കിൽ തോട്ടത്തില് ഞാൻ വന്നോളാം. അങ്ങനെ നല്ല കാര്യം പറ. എഴുന്നേക്ക്, വാ, ഇങ്ങോട്ട് വാ. കൈ പിടിച്ചെന്താ കുഴപ്പം? വന്നേ ഇങ്ങോട്ട് വാ. വിട്.
ഓ